ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു വീക്കെൻഡാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കുട്ടി ഗാർഡൻ നിങ്ങളൊന്ന് കാണിക്കുക എന്നതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. എനിക്ക് ഒരുപാട് സ്പേസ് ഇല്ല ഇവിടെ. ഇതൊരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സോ ഞങ്ങളുടെ ബാൽക്കണി ഗാർഡൻ ആണിത്. ഞങ്ങളുടെ ബാൽക്കണി ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടി എന്ന് പറയുന്നത് ഈ ജെറേനിയാണ്. ഇത് എന്നും ഇങ്ങനെ പൂട്ടിക്കണ കാണാൻ ഭയങ്കര രസമാണ്. വലിയ മെയിൻറ്റെനൻസ് ഒന്നും വേണ്ട. എന്നും നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മതി ഈ പോട്ട്സ്. ഇവിടെ 4 കളർ ജെറേനിയംസ് ആണ് ഉള്ളത്. ഒന്ന് ഈ വരുന്ന റെഡ് കളർ പെറ്റൽസ് ആണ് വരുന്നത്. അതിന്റെ അകത്തൊരു പിങ്ക് കളറാണ് ഇതിന് വരുന്നത്. പിന്നെയുള്ള ഒരു വെറൈറ്റി ആണ് ഈ കാണുന്ന പിങ്ക് ജെറേനിയംസ്. നല്ല ഭംഗിയില്ലേ? ഇതിൽ പിങ്കിന്റെ അകത്ത് വൈറ്റ് കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ എന്റെ കയ്യിലുള്ള ഒരു കളറാണ് ഈ കാണുന്ന പീച്ച് കളർ. ഇതിന്റെ അകത്ത് ചെറുതായിട്ട് വൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ റോസ് കളറാണ്. ഇത് ഭയങ്കര ഭംഗിയാണ്. ഞാൻ റീസെന്റ് ആണ് പ്രൂൺ ചെയ്ത് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് അധികം ഫ്ലവേഴ്സ് ഇല്ലാത്തത്. ഈ ഒരു സൈഡിൽ അത്യാവശ്യം നല്ലോണം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ. അതുകൊണ്ട് ഞാനിവിടെ കളർഫുൾ ബോക്സസിൽ ഇങ്ങനെ കുറച്ച് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ പെനി പ്ലാന്റ് ഉണ്ട്, പീസ് ലില്ലി ഉണ്ട്, പിന്നെ ബാൽസ് ഉണ്ട്. കുറച്ച് കൂടുതൽ എനിക്ക് പിങ്കിനോട് റോസിനോടുമാണ് ഇഷ്ടം. അതുകൊണ്ട് കൂടുതൽ കാണുന്നതും ആ ഒരു കളർ ഫ്ലവേഴ്സ് തരുന്ന ചെടികളായിരിക്കും. ഫ്ലാറ്റിലാണെങ്കിലും ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇത്തവണ ഒരു ബോക്സിൻ്റെ അകത്ത് കുറച്ച് കാന്താരി മുളക് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കയറി വന്നു. അതേപോലെ നിറച്ചും പൂവാണ്. കുറേ ഇപ്പോൾ കാച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പൊ എന്റെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ വളം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതാ ഈ ഒരു വളമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് ലുലു എന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് അടിപൊളിയാട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വളം ഞാനിപ്പോ ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഒരു സ്പൂണൊക്കെ എല്ലാത്തിന്റെ ചോട്ടക്കോടെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ റെഗുലർലി വാട്ടർ ചെയ്യാറുണ്ട്. പിന്നെ പ്രൂൺ ചെയ്യാറുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരു പെല്ലറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം നമുക്ക് നഴ്സറി പോയാൽ കിട്ടും വാങ്ങിക്കാൻ. അത് ഞാൻ മാസത്തിൽ 1 ഇട്ട് കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ 1 ടീസ്പൂണ് ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ അടിയിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അത് പൂ ഉണ്ടാവാൻ നല്ലതാട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാൻ പൂ വന്നിട്ട് അത് വാടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാലേ പുതിയ മുട്ടുകളൊക്കെ വരുള്ളൂ. ജെറേനിയത്തിന് മാത്രമല്ല, അത്യാവശ്യം ഇങ്ങനെ കരിഞ്ഞ ഇലകളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ പ്രൂൺ ചെയ്ത് വിടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടാവും. ഞാൻ നനച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് സ്പീഡ് ഈ അതിന്റെ നോബ് തിരിച്ചു കൊടുത്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് 2 ലിറ്റേഴ്സിന്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്കത് ഇഷ്ടമായി. അതേപോലെ ആ കട്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിനൊരു സെറ്റ് ഉണ്ട് ആക്ച്വലി. മണ്ണ് മാന്താനും അങ്ങനെയൊക്കെയുള്ള സെറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. രണ്ടും നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങളാണ്. അപ്പൊ അത്രയ്ക്കുള്ള ഞങ്ങളുടെ കുട്ടി ബാൽക്കണി ഗാർഡന്റെ വീഡിയോ. എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമന്റ് ഒക്കെ ഇട്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.
അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.